കഴിഞ്ഞ ഡിസംബർ 21-ന് ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവും കത്തിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ആ ഘട്ടത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചു. ആ കത്തിന്റെ തുടർച്ചയായി ഇക്കാര്യം ഉന്നയിക്കാമെന്ന അഭിപ്രായമാണ് പരിഗണനയിൽ. പക്ഷേ ആ കത്തിന്റെ പകർപ്പ് ലഭിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്നലെ ഗവർണർക്ക് CRPF സുരക്ഷ നൽകാനുള്ള തീരുമാനമെടുത്തത്. സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യത്തിൽ അഭിപ്രായം പോലും തേടിയിട്ടില്ല. അതേസമയം നിലമേലിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് മുഖ്യമന്ത്രി ഇന്നലെ രംഗത്തെത്തുകയും ചെയ്തു. ഗവർണറുടെ സുരക്ഷയ്ക്കെത്തിയ CRPFന് കേസെടുക്കാനാകുമോ എന്നും ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ CRPFന് പ്രവർത്തിക്കാനാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ വീഴ്ചയിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഗവർണറുടെ സുരക്ഷ CRPF ഏറ്റെടുത്തതിനു പിന്നാലെയാണ് വീഴ്ച സംബന്ധിച്ച് കേന്ദ്രം റിപ്പോർട്ട് തേടിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് റിപ്പോർട്ട് തേടിയത്. ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് രാജ്ഭവൻ കൈമാറിയിരുന്നു. പിന്നാലെ സംഭവത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരുന്നു. SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തോടുള്ള ഗവർണറുടെ അസാധാരണ പ്രതികരണത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് CRPF സുരക്ഷ ഏർപ്പെടുത്തിയത്. കൊല്ലം നിലമേലിൽ 2 മണിക്കൂർ ഗവർണർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഗുരുതര വകുപ്പുകൾ ചുമത്തി SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനു പിന്നാലെയായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഭവ വികാസങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് ഗവർണർ അറിയിച്ചു. രാജ്ഭവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സ്ഥിതിഗതികൾ അറിയിച്ചതോടെ ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തുകയായിരുന്നു. തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഗവർണർക്ക് നേരെ SFI പ്രതിഷേധം തുടർന്നു. പോലീസ് വലയം ഭേദിച്ച് കരിങ്കൊടി കാണിച്ച SFI വഞ്ചിയൂർ ഏരിയ പ്രസിഡന്റ് രേവന്തിനെ അറസ്റ്റ് ചെയ്തു. ഗവർണറുടെ ക്ഷീണം മാറ്റാനെന്ന പരിഹാസത്തോടെ തൈക്കാട് സംഭാരവുമായാണ് SFI പ്രവർത്തകർ കാത്തുനിന്നത്. മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിയിലേക്ക് കമാൻഡോ സംഘത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ഗവർണറുടെ യാത്ര. ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കണ്ട ഗവർണർ മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. SFI പ്രവർത്തകരെ തെമ്മാടികളെന്ന് വിളിച്ച അദ്ദേഹം പോലീസിനെ വഴിതെറ്റിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ആരോപിച്ചു. കേരള പോലീസിനെ കുറിച്ച് തനിക്ക് നല്ല അഭിപ്രായമാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയാണ് നടുറോഡിലിങ്ങനെ പ്രതിഷേധത്തെ നേരിട്ടതെങ്കിൽ പോലീസ് ഇങ്ങനെയായിരുന്നോ പെരുമാറുകയെന്നും ഗവർണർ ചോദിച്ചു. കേരള പോലീസ് മികച്ച സേനയാണ്. എന്നാൽ ആരാണ് അവരുടെ പ്രവർത്തനം തടയുന്നത്? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നും ഗവർണർ ചോദിച്ചു. നിലമേലിൽ 22 പേർ ബാനറുമായി കൂടി നിന്നുവെന്നാണ് പോലീസ് FIR. 100 പോലീസുകാർ അവിടെ ഉണ്ടായിട്ടും അവരെ തടഞ്ഞില്ല. മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. 72 വയസ്സ് പ്രായം തനിക്ക് കഴിഞ്ഞു. ദേശീയ ശരാശരിയും കടന്ന് ബോണസ് ജീവിതമാണ് താൻ നയിക്കുന്നത്. സ്വാമി വിവേകാനന്ദനാണ് തന്റെ ആദർശ പുരുഷൻ. കേന്ദ്ര സുരക്ഷ താൻ ആവശ്യപ്പെട്ടതല്ല. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനമാണെന്നും ഗവർണർ പറഞ്ഞു.